പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിഅമത്തുകൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകും. ഇപ്പം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ രീതിയിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചില സന്ദർഭങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഭക്ഷണം കഴിച്ച ഉടനെ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഉടനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അല്ലാഹുമ്മ അത്ഇമൻ അത്അമന വസ്ഖിമൻ സഖാന വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, ഈ ഭക്ഷണം എനിക്ക് തന്ന ആളുകൾക്ക് നീ ഭക്ഷിപ്പിക്കണം, അവർക്ക് പുറത്തു കൊടുക്കണം, അവരോട് കാരുണ്യം ചെയ്യണം. വറുസിഖ്ന ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ നല്ല ഭക്ഷണം എനിക്ക് നൽകുകയും വേണം. ഭക്ഷണം കഴിച്ച് ആ നിഅമത്തിന് ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അയാളുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകും. ഭക്ഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏത് ഭക്ഷണം കഴിച്ചാലും അതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. ഇല്ല ലബൻ, പാലൊഴികെ പാലിനേക്കാൾ നല്ല ഭക്ഷണം ഭൂമിയിലില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുടിക്കുന്ന പാനീയങ്ങളിൽ ഏറ്റവും നല്ലത് പാലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ വീട്ടിൽ പാലില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, അയാളുടെ വീട്ടിൽ ഭക്ഷണമില്ല എന്നാണ് ഹദീസ്. അത് ഖൈറായ ഒരു കാര്യമാണ്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു അനുഗ്രഹമാണ്. മതാഅൻ ലക്കും വലി അൻആമിക്കും. ഭൂമിയിൽ പച്ചപ്പുണ്ടാക്കിയപ്പോൾ അള്ളാഹു പറഞ്ഞ നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും തിന്നാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. നിങ്ങളെ കാലികൾ എന്തിനാണ് തിന്നത്? നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകാൻ. ആ അനുഗ്രഹങ്ങളിൽ ഒന്ന് ഏതാണ്? പാലാണ്. പാലിൻ്റെ പോരിശ പറയലല്ല, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഏത് ഭക്ഷണം കഴിച്ചാലും അതിനേക്കാൾ നല്ല ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാലൊരാൾ കുടിച്ചാൽ വസിദ്നാ മിൻഹു, ഇതിൽ വർധനവ് നൽകാൻ പ്രാർത്ഥിക്കുക. അതിനേക്കാൾ നല്ലത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ച ഉടനെ ഒരാൾ പ്രാർത്ഥിക്കുക. വേറൊരാളുടെ വീട്ടിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വീട്ടിൽ അവരുടെ ഭക്ഷണത്തിലും ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അവര് നെയ്യും അതുപോലെ റൊട്ടിയൊക്കെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി സായിമു, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഭക്ഷണം വേണ്ട, അതുകൊണ്ട് ആ കൊണ്ട് വന്ന ഭക്ഷണം എടുത്തു വെക്കൂ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ വീട്ടിൽ wudu എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ ഉമ്മു സുലൈം വന്നിട്ട് പറയാണ്, നബി, എനിക്ക് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്താണ് പ്രത്യേക കാര്യം? എൻ്റെ മകൻ അനസുണ്ട്, അനസിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാദിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനാണ്. 12ാമത്തെ വയസ്സിൽ റസൂലിന്റെ കൂടെ കൂടിയ ആളാണ്. അപ്പൊ അനസിനു വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർസുഖ്ഹു മാലൻ വബനീൻ, ധാരാളം സമ്പത്തും സന്താനങ്ങളും അദ്ദേഹത്തിന് നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം സമ്പത്തും അല്ലാഹു നൽകി, സന്താനങ്ങളെയും നൽകി. വിശുദ്ധ ഖുർആൻ തന്നെ ഇന്ന സ്വലാത്തക സഖനൻ ലക്കും, നിന്റെ പ്രാർത്ഥന അവർക്ക് ഒരു സമാധാനമാണ്. സക്കാത്ത് പിരിക്കണോടത്താണ് ഇത് പറഞ്ഞത്. സക്കാത്ത് ആളുകളടുത്ത് വാങ്ങിയിട്ട് തന്ന ആളുകൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നിർബന്ധമാണ്, തരില്ല, അവരുടെ ബാധ്യതയാണ്. പക്ഷെ ഇന്ന സ്വലാത്തക സഖനൻ ലക്കും, നീ പ്രാർത്ഥിക്കുന്നത് അവർക്കൊരു ആശ്വാസമാണ്. മനുഷ്യന് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആശ്വാസം. രോഗിയായി കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ
2 കിലോ ആപ്പിളോ 3 കിലോ ഓറഞ്ചോ ഒന്നും കൊണ്ട് ചെല്ലുന്നതല്ല പ്രധാനം. ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയാളുടെ കയ്യിൽ കൈ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ ശരീരത്തെ ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കണം. പകർച്ചവ്യാധികളല്ലാത്ത എല്ലാ രോഗങ്ങളിലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും. ആ മനുഷ്യനത് കിട്ടുന്ന ആശ്വാസവും നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചല്ല പടച്ചവന്റെ ബർക്കത്തുണ്ടാവുക. ഒരാൾ ആയുസ്സുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ ആൾക്ക് കഴിയില്ല. അങ്ങനെ ജീവിച്ചു പോവാണ്. അതിന്റെ കാരണം എന്താണ്? സമ്പത്തിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്, ആയുസ്സിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ധാരാളം കുടുംബവും സന്താനങ്ങളും വലിയ തറവാടൊക്കെയാണ്, പക്ഷെ ഒരു മനസ്സമാധാനമില്ല. കാരണം കുടുംബത്തിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ആ പ്രാർത്ഥന വലിയ ദീർഘമായിട്ടൊന്ന് ഹൈറും ബറക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ അറബികൾക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്താൽ ബറക്കല്ലാഹു ഫീക് എന്നവർ പ്രത്യേകം എടുത്തു പറയും. അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. അത് നല്ലൊരു എന്നല്ല അങ്ങനെ ചെയ്യുന്നത്. സാലിഹീങ്ങളായ ആളുകളോട് പ്രാർത്ഥനക്ക് വസിയത്ത് ചെയ്യാം. മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകന്റെ കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിൽ അനുവദനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അനുഗ്രഹത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൊരു സന്ദർഭം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിച്ചാൽ പ്രാർത്ഥന അയാൾ ബറക്കത്തുണ്ട്.